മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് ആവിയിൽ വെറും 15 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മിക്സറിന്റെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരക്കപ്പ് ഇങ്ങനെ മുഴുവനായിട്ട് എടുത്തിട്ടില്ല, കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് അളവ് റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഈ ഒരു പഞ്ചസാരയും റിഫൈൻഡ് ഓയിലും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 1/3 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിട്ടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ആദ്യം അതൊന്ന് കറക്കിയെടുത്ത് വന്നതിന് ശേഷം വീണ്ടും ഒരു 1/3 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ ഒന്ന് കറക്കിയെടുത്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഞാനിവിടെ 2/3 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു അര കപ്പും 1.5 ടേബിൾ സ്പൂണോളം പാല് വരും. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 കപ്പ് അളവ് മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഈ ഒരു പലഹാരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് അളവ് കസ്റ്റേർഡ് പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വാനില ഫ്ലേവറിലുള്ള കസ്റ്റേർഡ് പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കോൺഫ്ലോറും ഇല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവ് മൈദ ഇട്ട് കൊടുത്താലും മതിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂണിന്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്ത് വരാം. ലോ സ്പീഡിൽ വേണം പൊടികൾ ചേർത്തതിന് ശേഷം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിട്ടാണ് നമ്മുടെ കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടെ ചേർത്ത് ഞാനിവിടെ ഒന്ന് കറക്കിയെടുത്ത് വന്നിട്ടുണ്ട്. ലോ സ്പീഡിലാണ് കറക്കിയെടുക്കേണ്ടത്. ഇപ്പോഴും അതൊരല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാനിവിടെ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നല്ല പോറിംഗ് കൺസിസ്റ്റൻസിയിലുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കുറച്ചായിട്ട് മാത്രം പാല് ചേർത്ത് കൊടുത്ത് തയ്യാറാക്കി എടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന മൈദയിലുള്ള വ്യത്യാസമൊക്കെ അനുസരിച്ച് പാലിന്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. കൂട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നത് ഓപ്ഷനിലാണ്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലൊരു അര ടീസ്പൂൺ മൈദ ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുന്നത് ആ ഒരു ടൂട്ടി ഫ്രൂട്ടി അടിയിൽ പോയിട്ട് ഊറിക്കൂടി നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് നേരിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന രീതിക്ക് ഒന്ന് ചെറുതായിട്ട് മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. ടൂട്ടി ഫ്രൂട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് ഇട്ടിട്ട് വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കൂട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇതുപോലെ ചെറിയ പാത്രത്തിലാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ പാത്രത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കണമെന്നില്ല. ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. ആ ഒരു പാത്രം നല്ലപോലെ എണ്ണ തടവി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് തന്നെ എണ്ണ തടവി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഏകദേശം 1/4 ഭാഗത്തോളം മാത്രം കൂട്ടൊഴിച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ഇത് നന്നായിട്ട് പൊങ്ങി വരും. 1/4 ഭാഗത്തോളം കൂട്ടൊഴിച്ച് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത് എയർ ബബിൾസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിന്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഉപയോഗിച്ചും ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു പലഹാരം നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്റ്റീമർ ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരു 10-12 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. അഥവാ പാകത്തിന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കാവുന്നതാണ്. ഏകദേശം 15 മിനിറ്റാണ് ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഇട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നീറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ചൂട് നല്ലപോലെ ആറി വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ചൂട് ആറി വന്നതിന് ശേഷം മാത്രം ഡിമോൾഡ് ചെയ്തെടുക്കുക. കണ്ടില്ല, സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് ഇത് ഇളകി വരും. ചൂടൊക്കെ ആറി വരുമ്പോൾ എന്നിട്ട് കയ്യിലേക്ക് വെച്ച് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പാത്രത്തിലൊന്നും ഒട്ടും തന്നെ പറ്റിപ്പിടിക്കില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പലഹാരം ഇരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന കസ്റ്റർഡ് ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.